ആവേശകരമായ സമസ്തയുടെ സന്ദേശയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യാനിരിക്കെ, ആരംഭം കുറിക്കാനിരിക്കെ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ ഏകദേശം 300ഓളം അംഗങ്ങൾക്ക് ഇവിടെ അവസാനവട്ട നിർദ്ദേശങ്ങൾ, ഈ ജാഥയിലെ സ്ഥിരാംഗങ്ങൾക്ക് അവസാന റൗണ്ട് നിർദ്ദേശം ഈ സമ്മേളന BDM എന്ന് പറയുന്ന MDB എന്ന് പറയുന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ വെച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സകല ഒരുക്കങ്ങളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്പെഷ്യലായിട്ട് കാണേണ്ട ഒന്നാണ് വിക്കായുടെ ഒരു സ്പെഷ്യൽ ഗാർഡ്. വിക്കായുടെ അവരുടെ നെയിം ബോർഡിൽ ഇവിടെയുണ്ട്. പുറകുവശത്തും അതുപോലെ തന്നെ വിക്കായുടെ സ്പെഷ്യൽ ഗാർഡ് എന്ന രീതിയിൽ അവരുടെ യൂണിഫോം, നമ്മൾ കണ്ട നീലയും വെള്ളയും അല്ലെങ്കിൽ നീലയും കറുപ്പുമുള്ള യൂണിഫോം അടിമുടി മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബൂട്ട് സൈസ് ഷൂ നൽകിയിട്ടുണ്ട്. അതിനൊത്ത ഒരു മികച്ച യൂണിഫോം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് എത്ര പേരാണ് നിങ്ങളുള്ളത്? 15 പേര്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? തങ്ങളെയും കൂടെയുള്ളവരുടെ സെക്യൂരിറ്റി. തങ്ങളുടെ മുമ്പിലേക്ക് മറ്റൊരാളും വരാതെ നോക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തം, തങ്ങളുടെ സേഫ്റ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യാത്രയുടെ മുൻപിൽ യാത്രാ നായകന് തിക്കും തിരക്കും അനുഭവപ്പെടാതിരിക്കേണ്ട ചുമതല നിങ്ങൾക്കായിരിക്കും. സംരക്ഷണം നൽകിക്കൊണ്ട് സ്റ്റേജിലേക്കും തിരിച്ച് കാറിലേക്കും എത്തിച്ചു കൊടുക്കുക. തങ്ങളുടെ സ്റ്റേ എവിടെയാണ് അവിടെ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഡ്യൂട്ടി തങ്ങളുടെ സേഫ്റ്റി മാത്രമാണ്. ഒരു കണ്ണടയൊക്കെ ഒരു ലുക്കായിട്ടുണ്ട് പൊതുവെ. തങ്ങളുടെയും ഉപനായകരുടെയും സേഫ്റ്റി മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഏതായാലും എല്ലാ ദിവസവും ഇതേ യൂണിഫോം? ഇതെ 10 ദിവസം നമ്മുടെ കൂടെ ഇതേ യൂണിഫോമിലുണ്ട്. ഈ 15 ആളുകൾ മാത്രമാണോ അല്ലെങ്കിൽ മാറി മാറി വേറെ ആളുകളൊക്കെ ഉണ്ട്? 15 ടീം മാത്രമാണ് തങ്ങൾ. ബാക്കിയുള്ള വിക്കായ ടീം, ബാക്കിയുള്ള കൂടെയുള്ളവരുടെ സുരക്ഷ. ഏതായിരുന്നാലും വിക്കായുടെ ഒരു പുതിയ ഒരു യൂണിഫോമിന്റെ ഒരു അവതരണം കൂടിയായി ഇത് മാറുകയാണ്. ഏതായാലും ഇവരുടെ കൈകളിലാണ് ഇവരുടെ നിർദ്ദേശങ്ങൾ. എല്ലാവരും പാലിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കെല്ലാവർക്കും ഒരു യാത്രാ നായകൻ യാത്ര കടന്നു പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും, ആളുകളുടെ തിക്കും തിരക്കും ഉണ്ടാകും. ഇവരുമായിട്ട് നിങ്ങൾ സഹകരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ യാത്ര പരിപൂർണമായ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈ യാത്ര വിജയിപ്പിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. എല്ലാവരും എവിടെയുള്ള ആളുകളാണ്? എല്ലാ ജില്ലയുണ്ട്. കണ്ണൂർ, കാസർഗോഡ്. നേരത്തെ വിക്കായുടെ പ്രവർത്തകരാണ്. അതെ, ആക്റ്റീവ് മെമ്പർമാരാണ്. ആക്റ്റീവ് മാത്രമാണ് ഇതിലുള്ളത്. ഇതിന് എത്ര ദിവസത്തെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇത് ഒരാഴ്ചയോളം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. നമുക്ക് വിക്കായുടെ തന്നെ ഒരു യോഗം തൊട്ടിപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്കായുടെ പ്രവർത്തകർ അവർക്ക് ഈ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളും നമുക്കറിയാം ഈ ഒരു യാത്രയിൽ ഏറ്റവും സഹായകമായി പോവേണ്ട മറ്റൊരു വിങ്ങാണ് ഈ വിക്കായുടെ ടീം. അവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിക്കായുടെ ടീമിന് എന്താണ് ഡ്യൂട്ടി ഉണ്ടാവുക? ഇവർക്കാണ് യാത്രയുടെ A to Z ഡ്യൂട്ടി. 80ലേറെ വാഹനങ്ങൾ സ്ഥിര വാഹനങ്ങളായിട്ടുണ്ട്. അതോടൊപ്പം യാത്രയിൽ വരുന്ന അംഗങ്ങൾ എല്ലാ കാര്യത്തിലും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഡ്യൂട്ടിയാണ് സ്പെഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ട 45 അംഗ വിക്കായ പ്രവർത്തകർക്കുള്ളത്. 2ആയി തരംതിരിച്ചുകൊണ്ടാണ് വിക്കായ ഈ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. VSF എന്ന പേരിൽ ഒരു ടീമും സ്പെഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ട 45 അംഗ ടീമുമാണ്. യാത്രയിലെ നായകനെയും ഉപനായകന്മാരുടെയും കൂടെ പോകുന്ന ഒരു പ്രത്യേക ടീം. അതോടൊപ്പം യാത്രയിൽ ഒരു പ്രയാസവും ഇല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതൃത്വം നൽകുന്ന ഒരു യാത്രയായതുകൊണ്ട് തന്നെ മറ്റു പ്രയാസങ്ങളില്ലാതെ, യാത്രയിൽ ബുദ്ധിമുട്ടുകളില്ലാതെ, ട്രാഫിക് ബ്ലോക്കുകളില്ലാതെ സൂക്ഷിക്കാനുള്ള പ്രത്യേകമായ പരിശീലനം ശ്രദ്ധിച്ച 45 അംഗ ടീം. പുതിയ ടീം വന്നു അല്ലേ? സ്പെഷ്യൽ ഫോഴ്സ് അല്ലേ? കെട്ടും മട്ടൊക്കെ ഒന്ന് മാറി. എങ്ങനെ അങ്ങനെ ഒരു യൂണിഫോമിറ്റിയിലേക്കൊക്കെ വരാൻ കാരണം എന്താ? തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതിന് വേണ്ടതെല്ലാം ഇതിലുണ്ട്. എല്ലാ അർത്ഥത്തിലും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ബറ്റാലിയൻ, ഒരു വലിയ ടീം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉസ്താദുമാർക്ക് സേവനം ചെയ്യാനുള്ള ഒരു പുതിയ രീതി, സന്നദ്ധ വിഭാഗത്തെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, സംഘടനകൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സന്നദ്ധ വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് SKSSF. ഇനി അതിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെട്ട ഒരു പുതിയ മുഖവും കൂടെ സ്വീകരിക്കാൻ പറ്റുന്ന രീതി ഈ യാത്രയിലൂടെ കേരളീയ സമൂഹം കാണാൻ പോവുകയാണ്. ഇതും ഇനി അതൊരു മാതൃകയായി തീർച്ചയായും കേരളത്തിൽ പിൻപറ്റപ്പെടുമെന്നതിലൊരു സംശയമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ വാഹനത്തിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ഒന്ന് വരികയാണ്. നമുക്ക് ഒത്തിരി കാഴ്ചകൾ ഒരു ഭാഗത്ത് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ഈ ഒരു ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ
ഏകദേശം 10ഓളം വാനുകൾ തയ്യാറാണ്. ഇവിടെ നമുക്കറിയാം പെട്രോൾ നമ്മൾ പമ്പിൽ പോയി അടിച്ചു കൊടുക്കുകയല്ല. പെട്രോൾ വളരെ കൃത്യമായി ഇവിടേക്ക് ഇന്ധന വാഹനം കൊണ്ടുവന്ന് ചെയ്യണം. അംസക്കോയക്ക, എന്താണ് ഇങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ ഒരു കാരണം എന്താ? നമ്മളെ ഒരു സൗകര്യം തന്നെയാണുള്ളത് ആവശ്യം ആളുകൾക്ക്. പെട്രോൾ പമ്പ് പോയിട്ട് എണ്ണ അടിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് ഡേ ടൈമിലായിരിക്കും വേറെ വാഹനങ്ങൾ വരും. ഇത് നമ്മളെ കണക്ക് ഒരു സുതാര്യമാണ്, അതുകൊണ്ട് കണക്ക് വ്യക്തമായി കിട്ടാനും കൂടെ ഒരു ആവശ്യമാണ്. കാരണം നമ്മളെ വണ്ടിയിൽ മാത്രമാണ് ഇപ്പോൾ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ പുറത്തുള്ള ഒരു വണ്ടി ഇപ്പോൾ എണ്ണ അടിക്കുന്നില്ല. ഈ വണ്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്താൽ നോട്ട് ചെയ്യും. എല്ലാത്തിനും സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മൊത്തം വണ്ടികൾക്ക് സീരിയൽ നമ്പർ, ആ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടുന്ന് എണ്ണ അടിച്ചു കൊടുക്കുന്നത്. അത് ഈ യാത്രയുടെ ഒരു കൗതുകത്തിൽപ്പെട്ടതാണ് കേട്ടോ. കാരണം നമ്മളൊരു 100 വാഹനം ഒന്നിച്ചു പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പിലേക്ക് ആ വാഹനം കയറി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സമയനഷ്ടം ഉണ്ടാകും, സാമ്പത്തിക നഷ്ടം വേറെ ഉണ്ടാകും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടേക്കൊരു വാഹനം തന്നെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നമ്പർ പ്രകാരം ക്രമീകരിച്ച് ഇവർക്ക് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇനി കാണാം, ഈ നമ്മുടെ അകമ്പടി പോകുന്ന വാഹനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെമ്പോ ട്രാവലറുകൾ, ഏകദേശം 10ഓളം ടെമ്പോ ട്രാവലറുകൾ ഇതുപോലെ ഒരേ യൂണിഫോമിറ്റിയിൽ കന്യാകുമാരി ഡിസംബർ 19 to 28 മംഗലാപുരം വരെ എന്ന വളരെ മനോഹരമായ സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്ത്, പെയിൻറ് വർക്കുകളൊക്കെ ചെയ്ത് സജ്ജീകരിച്ചിരിക്കുകയാണ്. യാത്രാ അംഗങ്ങൾക്ക്, അതിൻ്റെ നായകന്മാർക്കൊക്കെ, മറ്റ് ജാഥാനായകനും ഉപനായകനുമൊക്കെ മറ്റ് വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ യാത്രയിലെ സ്ഥിര അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വാഹനങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും ഒരു അസൗകര്യവും ആർക്കും ഉണ്ടാവരുത്. ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അനൗൺസ്മെൻറ്റ് വാഹനവും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ യാത്രയുടെ ഓരോ ഘട്ടവും വളരെ മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സുപ്രഭാതം ഓൺലൈനിലും വളരെ കൃത്യമായി ഇതിൻ്റെ യാത്രയുടെ അവലോകനങ്ങളും യാത്രയുടെ കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിലാണ്, ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുപ്രഭാതം കാരവൻ്റെ വാഹനവും ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സുപ്രഭാതം കാരവനും അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൻ്റെ മിക്സിംഗ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടി, സ്റ്റുഡിയോ പോലെ വർക്ക് ചെയ്യുന്നൊരു വാഹനം കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ. ഈ വാഹനത്തിനകത്ത് വെച്ചാണ് സുപ്രഭാതത്തിൻ്റെ ടെലികാസ്റ്റിംഗ് സംവിധാനങ്ങളൊക്കെ നടക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു LED നമ്മുടെ ഡോക്യുമെൻ്ററി പ്രദർശനത്തിൻ്റെ ഒരു വാഹനം കൂടി ഇതിനകത്തുണ്ട്. ഒപ്പം തന്നെ വിപണനമേളയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാഹനമുണ്ട്, ആംബുലൻസുകളുണ്ട്, മറ്റ് മെഡിക്കൽ സൗകര്യങ്ങൾ പെട്ടെന്ന് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് അല്ലാത്ത സംവിധാനങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പദ്ധതി, ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ MDB ഓഡിറ്റോറിയം, മാലിക് ദിനാർ ഓഡിറ്റോറിയമാണ്, കൺവെൻഷൻ സെൻ്ററാണ്. ഈ മാലിക് ദിനാർ കൺവെൻഷൻ സെൻ്ററിൽ അല്പസമയങ്ങൾക്കകം ഇവിടെ ഈ ചരിത്രത്തിലേക്ക്, സമസ്തയുടെ ഇതിഹാസത്തിലേക്ക് തുല്യമായ ഇത്തരമൊരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാനും അത് ആ റാലി എങ്ങനെ ആയിരിക്കും എന്നത് സംബന്ധിച്ചുമൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം. ഇതാണ് ഞാൻ പറഞ്ഞ ഇസയുടെ വിപണനമേള, പുസ്തകങ്ങൾ, സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങൾ, അതോടൊപ്പം തന്നെ കൊടിയടയാളങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഈ യാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആളുകളൊക്കെ ഇവിടെ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.